22 വയസ്സിലെടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ സ്ട്രെസ് പേഴ്സണലി ഞാൻ എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ സെൽഫ് അവെയർ ഉണ്ട്. അപ്പം ചിലർ ചോദിക്കുന്നുണ്ടോ ഇപ്പൊ ചെന്നൈയിലാണല്ലോ തമിഴ് സിനിമ, ചെന്നൈയിലാണ് നല്ലൊരു ക്യാരക്ടേഴ്സ് ഉള്ള റോള് കിട്ടിയത്. ഞാൻ അവനോട് പറഞ്ഞു എവിടെയാ, അപ്പൊ വനിത എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ പിന്നെ പോയി സിനിമ കണ്ടോളാം. ബിക്കോസ് ദാറ്റ് പ്ലേസ് ഹാസ് ബിക്കം ഫാൻസി ഷോ, എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ, ഫാൻസി എന്താ പറയേണ്ടെന്ന് അറിയില്ല. പേടിയാ അവിടെ പോവാൻ. നമുക്ക് ഇങ്ങനെ കാണാം നടക്കുമ്പോ ഇവരുടെ കൈ മൊത്തം ഇങ്ങനെയാ, ആംഗിൾ ഇങ്ങനെ എടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഡ്രസ്സ് പിന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കണം. നമ്മൾ എന്തെങ്കിലും വർക്ക്ഔട്ടിന്റെ വീഡിയോ ഒക്കെ ഇടുമ്പോഴാവട്ടെ, നമ്മൾ എന്തെങ്കിലും നടക്കുന്ന വീഡിയോ, അത് ആ കറക്റ്റ് നമ്മുടെ ബ്രസ്റ്റിന്റെ ഇത് ഫോക്കസ് ചെയ്തിട്ട് ആ ഭാഗം മാത്രം സ്ലോ മോഷൻ ആക്കും. ഇപ്പോൾ സാരി എടുത്തിട്ട് ബീച്ചിൽ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. ആൻഡ് ഐ ലവ് വെയറിംഗ് ബിക്കിനി. ഐ ബിലീവ് എനിക്ക് ആ ഇടാൻ കുഴപ്പമില്ലാത്തൊരു ബോഡി ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ബോഡി ഇല്ലെങ്കിൽ തന്നെ എൻ്റെ കോൺഫിഡൻ്റ് ആണ്, ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ത് ഇടണം എന്നല്ല. അതിൽ എനിക്ക് എന്തെങ്കിലും സാരി എടുത്തിട്ട് ബീച്ചിൽ പോകണ്ട. സിനിമ ചെയ്തു തുടങ്ങിയ ഒരു ഫാഷൻ രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ട് തുടങ്ങിയത് ഞാനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുശേഷമാണ് എവറിബഡി സ്റ്റാർട്ടഡ് ഓക്കെ ക്ലീവേജ്, ഒരു വീനക്ക് ടോപ്പ് ഇടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചത് ഞാനാണെന്ന്, അല്ലെങ്കിൽ എൻ്റെ ടീമിനും അറിയാം. സിനിമ നോക്കുമ്പോൾ കൃത്യമായ ഇടവേളകൾ വെച്ചിട്ടാണ് സിനിമ വരുന്നത്. ഒരു കൃത്യമായ ഒരു കരിയർ പ്ലാനിങ് ആണോ അതോ സിനിമ നല്ലപോലെ തിരഞ്ഞെടുക്കുന്നതാണോ, സ്ട്രാറ്റജി ആണോ, അതോ സിനിമകൾ വരുന്നതിൽ ഇപ്പോഴും ഒരു തടസ്സമുണ്ടോ സാനിക്ക്? എനിക്ക് പേഴ്സണലി ഞാൻ അധികം നല്ല സ്ക്രിപ്റ്റുകൾ കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഇത്രയും വർഷത്തില്. അതിനിപ്പോ എൻ്റെ പ്രശ്നമാണോ ഇനി ഐ സ്റ്റിൽ ഡോണ്ട് നോ. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടില്ല. പക്ഷെ വിഷമം ഉണ്ടാവാറുണ്ട്. നമുക്ക് എല്ലാം ഭയങ്കര അർഹിക്കുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും നമുക്കൊരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ട് നമ്മളെയും ഇങ്ങനൊരു സിനിമയുടെ പാട്ടാക്കുന്നില്ല, എന്തുകൊണ്ട് നമ്മളെയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ചില ഫങ്ഷൻസിനും അവിടെ ഇവിടെയൊക്കെ പോയാലും എനിക്ക് ആ ഒരു സ്റ്റെപ്പ് ബാക്കിങ് ഇതുണ്ട്. ലൈക്ക് നമ്മളെ കാണുമ്പോൾ അവര് നമ്മളെ കാണുന്ന രീതി നമുക്കറിയാമല്ലോ, നമുക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതിന് പിന്നെ എൻ്റെ ഈഗോ ആണോ, എൻ്റെ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്, സോ അതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഹോണസ്റ്റ്ലി ഞാൻ ഈ കറക്റ്റായിട്ട് പറഞ്ഞ 2 വർഷത്തില് ഞാൻ മലയാള സ്ക്രിപ്റ്റ് നല്ലതൊന്നും കേട്ടിട്ടില്ല. ഒന്നും എന്നിലേക്ക് വന്നിട്ടില്ല. ആൻഡ് വരുന്നതൊക്കെ ആണെങ്കിലും അത്രയും ഞാൻ ചെയ്തില്ലെങ്കിലും വേറെ ആർക്കും ചെയ്യാൻ പറ്റുന്ന റോൾ, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ള റോൾസ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും സിനിമ വരാനായിട്ടാണ്, അല്ലാതെ ഞാനായിട്ട് കരിയർ ബ്രേക്ക് എടുക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യണം. ചിലർ ചോദിക്കുന്നുണ്ടോ ഇപ്പൊ ചെന്നൈയിലാണല്ലോ തമിഴ് സിനിമ, ചെന്നൈയിലാണ് നല്ലൊരു ക്യാരക്ടേഴ്സ് ഉള്ള റോള് കിട്ടിയത്. ലൈക്ക് ഇറുകപ്പറ്റ പോലൊരു സിനിമ എനിക്ക് മലയാളത്തിൽ ഇതുവരെ കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വർഗവാസിൽ അതിനെക്കാട്ടും ഞാനൊരു 1 മന്തോളം വർക്ക്ഷോപ്പ് ചെയ്ത് ആ പടത്തിന് വേണ്ടി എഫേർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ പടത്തിൽ എന്നെ കണ്ട് ഞാനതേ പറയില്ല. അതെ. അപ്പോ അങ്ങനെയൊന്നും മലയാളത്തിലൊരു സ്പേസ് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓരോ ദിവസം ഓരോ പുതിയ സിനിമയിൽ പുതിയ നടിമാര് വരുന്നു. അത് വരുന്നത് നല്ലതെന്നാണ്, ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണോ എല്ലാവർക്കും ന്യൂ ഫേസ് മതി, അപ്പൊ നമ്മളും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാനില്ല. എനിക്ക് വേണ്ടുന്നത് നേടിയെടുക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല എന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ D4 ഡാൻസില് ഫൈനലിനോടനുബന്ധിച്ചിട്ട് ഒരു എന്താണ് സാനിയയുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കിയതിനകത്ത് സാനിയ പറയുന്നുണ്ട് എനിക്കൊരു ഇന്റർനാഷണൽ മോഡൽ ആവണം എന്ന് പറയുന്നുണ്ട്. അതാണോ ലക്ഷ്യം, അതോ അതിനപ്പുറത്തേക്ക് ഇപ്പൊ ചിന്തകൾ വളർന്നു, ആഗ്രഹങ്ങൾ വളർന്നു? തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്കും ചിന്തകൾ വളർന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിപ്പോ മോഡലാവുന്നതിനും കൂടി ചിന്തിക്കാൻ വയ്യ, മോഡലൊന്നാവണമെന്നില്ല. ഇപ്പൊ സത്യം പറഞ്ഞാല് ഇപ്പോ ഒരു പീസ്ഫുൾ ലൈഫ് വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. സിനിമ ചെയ്യണം, നടിയാവണം, പക്ഷെ അതിനെക്കാട്ടും ഉപരി ഒരു നമ്മളെ ആൾക്കാർ ഒരു ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളാവണം. എന്നുവെച്ചാൽ ആസ് ഇൻ നെഗറ്റീവ്സ് ഇത് വരുന്ന അതൊന്നുണ്ടല്ല, ആ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കണം, ഒന്നിനെ കുറിച്ച് ആലോചിച്ച്. അങ്ങനെ ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു 22 വയസ്സിലെടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ
സ്ട്രെസ് പേഴ്സണലി ഞാൻ എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ സെൽഫ് അവെയർ ഉണ്ട്. അതിപ്പോൾ ആരും കാരണമല്ല, പക്ഷെ എനിക്ക് എന്നോട് തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് ത്രൂ ഔട്ട് ജേർണി ജേർണി ഒന്ന് സ്മൂത്ത് ആയാൽ കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആകും എന്നുള്ളത്. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പുതിയ കാറ് വാങ്ങി, ഐ ബോട്ട് എ മിനി കൂപ്പർ. കാറ് വാങ്ങി എക്സൈറ്റ്മെന്റ്, ഞാൻ കാറ് വാങ്ങി വീട്ടിലെത്തി, പിന്നെ ഞാൻ ഭയങ്കര അപ്സെറ്റ് ആണ്. അപ്പം ആ ഒരു ലൈഫ് പോയിന്റ് മാറണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. എന്ത് ചെയ്തിട്ടും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു സന്തോഷക്കുറവ് ഉണ്ടാവുക എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കരിയർ വൈസ് ആ ഒരു ബിൽഡ് ഇല്ലാത്തതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പം എന്തിനെക്കാട്ടും എനിക്ക് ആഗ്രഹം അത് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം. ഇപ്പോഴത്തെ എൻ്റെ ആകെയുള്ള ആഗ്രഹം അതാണ്. ഡാൻസ് ഒരു പാഷനായിട്ട് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ. പക്ഷെ ഇപ്പോ ഡാൻസിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കുകയാണ്, അത്ര സജീവമല്ല ഡാൻസിൽ. ആക്ടിങ് തന്നെ പൊസ് ചെയ്യാൻ എന്താണ് സാനിയുടെ ഡ്രീം? എവിടെ ചെന്നെത്തണം, അല്ലെങ്കിൽ എന്താണ് ഡ്രീം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ കുറെ നല്ല സിനിമകള് ചെയ്യുക, ആൾക്കാരിൽ എന്താ പറയാ, ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു റോൾ ഞാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ജേർണി ഉണ്ടല്ലോ. അപ്പോൾ സിനിമയിൽ തന്നെ നല്ലൊരു നിലയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അതിൻ്റെ കൂടെ കുറേ ലോകം കാണുക, ട്രാവൽ ചെയ്യുക. പിന്നെ ഡാൻസ് ഞാൻ നിർത്തിയിട്ടൊന്നുമല്ല, പക്ഷെ ഇവന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഡാൻസ് പഠിക്കും ചെയ്യും. പിന്നെ ഞാൻ റംസാൻ ആവട്ടെ ഇവരാരെയും അധികം കാണുന്നില്ല, എൻ്റെതായ ഒരു വഴിയിലൂടെയാണ്. ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും, എടാ നമുക്കൊരു ഡാൻസ് വീഡിയോ ചെയ്യാം. പിന്നെ അവനും ട്രാവലിങ്ങിലായിരിക്കും, ഞാനിപ്പോൾ അവൻ്റെ മൂവിയൊക്കെ ഇറങ്ങി അതിൻ്റെ തിരക്കിലാണ്. സോ അങ്ങനെ എപ്പോഴും പ്ലാനൊക്കെ ചെയ്യും. അങ്ങനെ മലപ്പൂർവ്വം ഡാൻസ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ള രീതിയിലല്ല കേട്ടോ. ആ ഒരു സോഷ്യലൈസിങ് എനർജി നല്ലപോലെ കുറഞ്ഞു, സോഷ്യലൈസ് ചെയ്യാനുള്ള എനർജി ഒക്കെ സറൗണ്ട് എന്താ പറയുക, നമുക്കൊരു സ്റ്റേജ് ഉണ്ടാവില്ല ലൈഫിൽ. നമ്മളുടെ ചുറ്റിനുള്ള ആരും നമുക്ക് വേണ്ടിയിട്ടല്ല കൂടെ ഉണ്ടാവുക എന്നുള്ളത്, അതൊരു വലിയ റിയലൈസേഷൻ ആയിരുന്നു ഈ വർഷം. കൂടെ ഉള്ളവര് വളരെ ചുരുക്കം ഫ്രണ്ട്സ് ആണ് എനിക്കുള്ളത്. അതില് വീട്ടുകാര്, എൻ്റെ ചേച്ചി കഴിഞ്ഞ വർഷം, ചേച്ചിയായിട്ട് ഭയങ്കര ക്ലോസ്, ചേച്ചി ഓസ്ട്രേലിയയിലേക്ക് ഷിഫ്റ്റായി. അങ്ങനെ അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുടെ പുറത്ത് പോവുക, അങ്ങനെ എൻ്റെതായ ഒരു സോഷ്യലൈസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ കൂടെ തന്നെയാണ് ലോകം. പിന്നെ കഴിയാവുന്നതും ഒറ്റയ്ക്ക് തന്നെ എൻ്റെ ജേർണി പോവാന്നുള്ളതായിരുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ. എനിക്ക് ആൾക്കാരുടെ അടുത്ത് പോയേക്കാട്ടും കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഡേറ്റിന് പോവാൻ പോലും കാട്ടും കൂടുതൽ എനിക്ക് ഒന്നിനെ എൻ്റെ കൂടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ 0 regrets ആണ്. ബിക്കോസ് അതൊരു വലിയ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏർലിയർ റിയലൈസ് ചെയ്തത് ഭയങ്കര വിഷമം. പക്ഷെ ഭയങ്കര വിഷമമായിരുന്നു. നമുക്ക് എല്ലാം നമ്മളുടെ അടുത്ത് നിന്ന് വിട്ടു, എല്ലാം മണി അല്ലെങ്കിൽ എല്ലാം ഒരു പദവിയുടെ പുറത്താണ് ആൾക്കാർ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സാനിയ സിഗ്നേച്ചർ ഒരു സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോൾ വേറെ അപ്ഡേറ്റ്സ് ഇല്ല അതിന്. നമ്മൾ ഒഫീഷ്യലി ഒരു നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒഫീഷ്യലി നല്ല രീതിയിൽ നമ്മൾ കോവിഡിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അധികം ഒരു ഐഡിയ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ നമുക്ക് കുറെ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, ഓർഡേഴ്സ് കറക്റ്റ് ടൈമിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ കോവിഡ് വന്നത് അങ്ങനെ വിട്ടു. അപ്പൊ ഇപ്പൊ ഞാൻ പ്രോപ്പറായിട്ട് നമുക്ക് തന്നെ ഓൺ ഹൗസ് ടൈലേഴ്സ് ഒക്കെ വെച്ചിട്ട് പുതിയതായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് ഒരു ഏപ്രിൽ എൻ്റെ ബർത്ത്ഡേ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഒഫീഷ്യലി റീലോഞ്ച് ചെയ്യുന്നതാണ്. യെസ്. ഞാൻ ജിയോ ബേബിയുടെ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ജിയോ ബേബി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അധ്യാപകരോട് വിയോജിപ്പുണ്ട്, വെറുപ്പുണ്ട് എന്നുള്ള തരത്തിൽ. സാനി ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെറുതായിരിക്കുമ്പോൾ ചെറിയ ഷോർട്സ് ഇടുന്നത് നിങ്ങളുടെ മകളെ അഴിഞ്ഞാടാൻ വിടുകയാണോ എന്നുള്ള തരത്തിൽ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന്. ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള, അതായത് ഇപ്പോഴും എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സാനിയ ചെറുതാണ്, അതായത് അത് പറയുന്ന സമയത്തും സാനിയ ചെറുതാണ്. ഇത് ചൈൽഡ്ഹുഡിനെ എത്തരത്തിലെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? എനിക്ക് സ്കൂളിൽ അത്ര നല്ല മെമ്മറീസ് അല്ല. മെമ്മറീസ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അമ്മേനെ വിളിക്കായിരിക്കും, സാനി എന്തെങ്കിലും പറഞ്ഞു. പക്ഷെ ടു ബി ഓണസ്റ്റ് എനിക്ക് സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. കുറേ സ്കൂളിൻ്റെ പേര് പറയുന്നില്ല, അത് വലിയ പ്രശ്നം. പക്ഷെ ഞാൻ കൂടെ പഠിച്ചവർക്കറിയാം, ലൈക്ക്
നമ്മളുടെ കുട്ടികൾ ഡാൻസിനോ അല്ലെങ്കിൽ സ്പോർട്സിനോ അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ അത്ര താല്പര്യമില്ലാത്തൊരു സ്കൂളായിരുന്നു. ഞാൻ പഠിക്കാൻ ഇച്ചിരി അല്ല, ചില സബ്ജക്ട്സിനൊക്കെ നല്ലോണം പഠിക്കും. ബിക്കോസ് ആ ടീച്ചേഴ്സ് എന്നോട് ഭയങ്കര ലവിങ് കാര്യങ്ങളായിരിക്കും. പക്ഷെ ചില സബ്ജക്ട്സിലെ ടീച്ചേഴ്സ് എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഞാൻ അതിന് പഠിക്കുകയില്ല. ആൻഡ് എൻ്റെ അമ്മ ചേച്ചി നല്ലോണം പഠിക്കുമായിരുന്നു സ്കൂളിൽ. അപ്പോൾ എൻ്റെ ചേച്ചീനെ എല്ലാം മിക്ക പീരീഡിനും ടീച്ചേഴ്സ് വിളിച്ചിട്ട് എൻ്റെ അമ്മയടുത്ത് പറയുന്നത് എൻ്റെ പാവം ചേച്ചിയുടെ പറയാം, സാനിയുടെ പഠിക്കാൻ പറ, എന്നിട്ട് എൻ്റെ ചേച്ചി ഒരു ദിവസം വിട്ടുന്നുണ്ട്, സാനിനെ വേറെ സ്കൂളിലേക്ക് മാറ്റും അല്ലെങ്കിൽ എന്നെ വേറെ സ്കൂളിലേക്ക്. ബട്ട് ചില ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ. പക്ഷെ ചില ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ എപ്പോഴും ഒരു കാരണമില്ലാതെ ഇപ്പോൾ ചില വീഡിയോസ് കണ്ടിട്ടില്ലേ, മീംസ് പോലെ ഇറങ്ങുന്ന ഈ ചില ടീച്ചേഴ്സ് ഒരു കുട്ടി എന്ത് ചെയ്താലും പ്രശ്നമാണ്. അതിപ്പോ എന്ത് നല്ല ചെയ്താലും തെറ്റ് ചെയ്താലും ആ കുട്ടി പോയിന്റ് ഔട്ട് ആണ്, ലൈക്ക് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്താലും തെറ്റാണ്. ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു പെൻസിൽ എന്തെങ്കിലും വാങ്ങിച്ചാൽ പിന്നെ അപ്പൊ ക്ലാസ്സിന് പുറത്താക്കുക. അങ്ങനെ എന്നെ ടോർച്ചർ ചെയ്തിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, എന്റെ മാത്സ് ടീച്ചർ ഭയങ്കര. പക്ഷെ ഞാൻ അങ്ങനെ സ്കൂളിലൊന്നും പോവില്ലായിരുന്നു. നമുക്ക് ആ ഒരു ഇഷ്ടമില്ലല്ലോ പോവാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ രീതിയിൽ. എന്നാൽ ഈ സ്കൂള് തന്നെ ഞാൻ പഠിച്ചിറങ്ങി, ഞാൻ ഡീഫോ ഡാൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ആനുവൽ ഡേക്ക് എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വിളിക്കുകയും ചെയ്തു. അവരെ നല്ല രീതിയിൽ ആനുവൽ ഡേക്ക് പഠിപ്പിച്ചിരിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്കൂൾസൊക്കെ നമ്മൾ വലിയ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമ്മളെ സ്കൂളിലേക്ക് വിളിക്കുക, ഇതൊക്കെ ചെയ്യുക, ഒന്നുമില്ല, അതൊന്നും ചെയ്യണം എന്നല്ല. പക്ഷെ പൊതുവെ അങ്ങനെ ആ ഒരു രീതിയിലുള്ളൊരു ഇതായിട്ടല്ല, കുറെ കുറ്റങ്ങൾ പറയും മതി. പക്ഷെ എനിക്ക് ചൈൽഡ്ഹുഡ് മെമ്മറീസ്, നമ്മൾ സ്കൂളിൽ നല്ല മെമ്മറീസ് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഒന്നുമില്ല ആ സ്കൂളിൽ നിന്ന് പറയാൻ. എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ചോദിക്കാം, എന്താണ് സാനിയക്ക് ടാറ്റു കൊണ്ട് സാനിയ മീൻ? ടാറ്റൂസ് ആക്ച്വലി ഇപ്പോഴും യങ് ഡമ്മാണ്, അപ്പൊ കുറച്ചുകൂടി യങ് ആൻഡ് ഡമ്മായിരുന്നു. അതായത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ എന്നെ വഴക്ക് പറയുന്നു, അപ്പൊ ഞാൻ ഇത് ചെയ്യില്ല. ഇത് പറഞ്ഞിട്ട് കുറെ നാൾക്ക് ശേഷം വീണ്ടും ചെയ്തിട്ടുണ്ട്. അയ്യോ ആണോ? അത് ഇവിടെ പറഞ്ഞത് അത് പക്ഷെ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ബിക്കോസ് 6 of us എന്റെ ബർത്ത്ഡേക്ക് ഗോവയിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ 6 പേര് കൂടി ചേർന്ന് ചെയ്തൊരു ടാറ്റു ആണ് അത്. ഇവിടെ ഇപ്പം പുറത്തങ്ങനെ ടാറ്റു നിർത്തി ആക്ച്വലി. പക്ഷെ ഐ റിഗ്രറ്റ് ഡൂയിങ് സം ടാറ്റൂസ്. ഇവിടെ ഞാൻ ചെയ്ത ടാറ്റു വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഡ്രസ്സിന്റെ ഔട്ട്ഫിറ്റിന് പോകുന്നൊരിതായിരിക്കില്ല. പിന്നെ ദിസ് വൺ വേറെ ഒന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഈ 2 ടാറ്റു ഭയങ്കരമായിട്ട് ചെയ്യണ്ടായിരുന്നു. ബിക്കോസ് അത് ഭയങ്കരമായിട്ട് എവിഡന്റ് ആ വർക്ക് ചെയ്യുമ്പോഴേ. ബാക്കിയെല്ലാം ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ കാണില്ല ടാറ്റൂസ്. അപ്പൊ അത് 2 മാത്രം ഇങ്ങനെ. പിന്നെ ആ പ്രായത്തില് ഇഷ്ടമാണ് ടാറ്റൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇനി ചെയ്യില്ല. ബിക്കോസ് എനിക്ക് തന്നെ പാട് വർക്ക് ചെയ്യുമ്പോഴേ. നമ്മള് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അനങ്ങാൻ പറ്റില്ല, ഡ്രസ്സിലാവുമെന്ന്. അപ്പൊ ഇപ്പൊ സ്വർഗവാസം എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെയാണ്. എമ്പുരാൻ ചെയ്തപ്പോ എമ്പുരാനില് ജാൻവിയുടെ ക്യാരക്ടർ ടാറ്റൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല. അപ്പോ ലൂസിഫർ ചെയ്ത് കഴിഞ്ഞതിനെക്കാട്ടും കുറച്ചധികം ടാറ്റൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടന്മാരെ ഇതെന്ത് ഇതിന്റെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് വർക്ക് ചെയ്യുമ്പോ. ഇപ്പൊ ഡീഫോ ഡാൻസിന്റെ ആ വീഡിയോയില് ഞാൻ എടുത്തു ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നത്, സുരേഷ് ഗോപിയുടെ ഒരു ബൈറ്റ് ഉണ്ട് അതിനകത്ത്. എനിക്ക് വേണ്ടി പറയുന്നത് എന്റെ മോളെ പോലെയാണ് എനിക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് അത് നടക്കുമ്പോ ഒരു കുട്ടിയാണ്, അത് കാണുമ്പോ, അതായത് മലയാളത്തിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് എന്റെ മോളാണ്, എനിക്ക് എന്റെ മോളെ പോലെയാണ്. ആ മൊമെന്റ് എങ്ങനെയായിരുന്നു? സാറിന്റെ കൂടെ എനിക്ക് തോന്നുന്നു സാർ എന്നെ ഓർത്തിരിക്കേണ്ട പോലും ആവശ്യമില്ല. അത്രയും ചെറിയ സീൻസ് ഞാൻ സാറിനോട് അപ്പോത്തിക്കിരി ചെയ്തേ. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പോത്തിക്കിരി കഴിഞ്ഞ് ഡീഫോ ഡാൻസിന് വേണ്ടി ചോദിച്ചപ്പോൾ നമ്മൾ വിളിച്ചപ്പോ തന്നെ സാറ് കാര്യമായിട്ട് പിന്നെന്താ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യാലോ, അങ്ങനെയാ പുള്ളിക്കാരൻ. വളരെ ഇതായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ലെജൻസ് ആയിട്ട് തന്നെ ഇപ്പോഴും കരിയറിൽ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ മാധവ് അവരിവരൊക്കെ ആയിട്ട് മക്കളൊക്കെ ആയിട്ടും മാധവിനെ അറിയാം. ആൻഡ് യെസ്, സുരേഷ് ഗോപി സാറിന്റെ അന്നത്തെ ആ വീഡിയോ എനിക്ക് തോന്നുന്നു അന്ന് അത്രയും കണ്ടസ്റ്റൻസിന്റെ ഇടയിലാണെങ്കിലും ഒരു വെയിറ്റ് ആയിരുന്നു. ഒബ്വിയസ്ലി ഇതുപോലൊരു സ്റ്റാർ വന്ന് സംസാരിക്കുന്നു എന്ന് ഭയങ്കര ബ്ലെസ്ഡ് മൊമെന്റ് ആയിരുന്നു അത്. ഞാനൊരു ഓൺലൈൻ ഇന്റർവ്യൂ കാണുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ചോദിക്കണം വേണ്ട എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്, ഞാൻ പേര് പറയുന്നല്ലോ അവിടെ, കുറെ ആൾക്കാർ ചേർന്ന് നിന്നിട്ട് കുറെ നടിമാരുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോപ്പുലർ ചെയ്യുന്ന പോലെ ആയിപ്പോവും. പറയണ്ട. അപ്പോൾ
ഈ കുറെ നടിമാരുടെ ഫോണിലേക്ക് വിളിക്കുന്നു, അവരെടുത്തു കഴിഞ്ഞ് അവരെ മോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യം പറയുന്നു. അതിൽ സാനിയെ അവര് വിളിക്കുന്നുണ്ട്. ആണോ? സാനിയെ വിളിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ ഒരാളെ ഞാൻ അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് സാനിയെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് ആക്ച്വലി ഇത് എന്റെ ഫ്രണ്ടിന്റെ കഴിഞ്ഞ ദിവസത്തെ പടത്തിന്റെ റിലീസായിരുന്നു. ഞാൻ അവന്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഇഷാൻ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇഷാന്റെ അടുത്ത് പറഞ്ഞു, നീ എന്താ എന്നെ വിളിക്കായിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു ഞാൻ തന്നെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്, നീ വരണമെങ്കിൽ വാ രാവിലെ 9. ഞാൻ പറഞ്ഞു ഐ വിൽ ബി ദെയർ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തു. അപ്പൊ ഞാൻ അബുദാബിന്ന് വരുന്ന, അബുദാബി എന്നല്ല, ഞാൻ എവിടെ നിന്ന് വരുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എവിടെയാ? അപ്പൊ വനിത എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ പിന്നെ പോയി സിനിമ കണ്ടോളാം. ബിക്കോസ് ദാറ്റ് പ്ലേസ് ഹാസ് ബിക്കം ഫാൻസി ഷോ, എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ, ഫാൻസി എന്താ പറയണ്ടെന്ന് അറിയില്ല. പേടിയാ അവിടെ പോവാൻ. ബിക്കോസ് ഈ കോപ്ര എന്തൊക്കെയാ അവിടെ കിടന്നു. ഓ മൈ ഗോഡ്. അതും ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മീഡിയ മനഃപൂർവ്വം എന്തുകൊണ്ട് ഈ പാവങ്ങള്, ഈ ചില സമയത്ത് പാവം തോന്നും. സാധുക്കളൊന്നും മനസ്സിലാക്കിയിട്ട് ഇവര് കിടന്ന് ഈ മീഡിയ കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കോമാളിത്തരങ്ങൾ കാട്ടുകയാണല്ലോ. ചില സമയത്ത് വിഷമം തോന്നും, പാവങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ ഈ ചെയ്യുന്നത്. But at the same time, it's so irritating also. അതായത് ഫോൺ പേഴ്സണൽ നമ്പർ എടുത്തിട്ട് ഫോണിലേക്ക് വിളിക്കാന്ന് പറയുന്നത് ഒരു ഹൈലൈറ്റ്സിൽ ഞാൻ സാനിയെ വിളിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ എനിക്കത് കാണാൻ പ്രാണിയില്ലാത്തതുകൊണ്ട് ഞാനത് സ്വൈപ്പ് ചെയ്തു. ആക്ച്വലി ഡാൻസ് നിർത്തും എന്ന് പറയുന്നതിന്റെ ആളുകളെല്ലാം വന്നിട്ട് എന്നെ കൊറേ പേര് മെൻഷൻ ചെയ്തിട്ട് തമാശക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാനൊരു ആ സമയത്ത് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. കൊറേ ആക്ടേഴ്സിനെ ടാഗ് ചെയ്യും. അപ്പൊ ഞാൻ അപ്പോഴേ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവർ ഞാൻ പറഞ്ഞു നിർത്തും ഒരിക്കലുമില്ല. ബട്ട് അന്ന് ഞാനത് കമന്റ് ചെയ്തു. അപ്പൊ തന്നെ എന്തോ jealous, some video and my other friends send me back like saying സാനി വിചാരിച്ചു ഞാൻ നിർത്തും, എന്നെ ജലസ് ആണ്, എന്തൊക്കെയോ പാവം. ബട്ട് ഈ വീഡിയോ കണ്ടിട്ടില്ല. പക്ഷെ യെസ്, അത് ഈ ചില ഇന്റർവ്യൂസിൽ തന്നെ ചില ആൾക്കാരെ വേറെ ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞില്ല. അത് ഞാൻ എപ്പോഴും പറയാം, എന്റെ അടുത്ത് വെച്ചെങ്കിൽ ഞാൻ വിളിക്കില്ല. ഐ ഡോണ്ട് നോ ഹൗ ഓപ്പോസിറ്റ് ഉള്ള ആളെ ഇപ്പൊ ആക്ടേഴ്സിനെ കൊണ്ട് തന്നെ ചില ആൾക്കാര് വിളിപ്പിക്കില്ലേ, അവര് ഏത് സിറ്റുവേഷനിലാണ്. അതെ, ഞാൻ റംസാൻ ഇതൊക്കെ ഒരു തവണ എന്തൊരു ഇന്റർവ്യൂല് ഇങ്ങനെ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, റംസാനെ നീ അങ്ങനെ എന്നെ വിളിക്കാൻ പറഞ്ഞു, നീ വിളിക്കുകയും ചെയ്യില്ല, ഞാൻ എന്താ എളുപ്പം ആദ്യം എടുക്കുമ്പോ പറയാന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നീ എന്നെ സ്വപ്നത്തിൽ പോലും എന്നെ നീ ധൈര്യത്തോടെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോ ക്യാമറ ആംഗിളുകളിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്ന സാനിയെ ഞാൻ നടന്നു വരുമ്പോ ചിലപ്പോ മോളിൽ നിന്നായിരിക്കും ഷോട്ട് വരിക. മോളിന്നേ ഉള്ളൂ, താഴ്ത്തില്ല. ക്യാമറ ഇങ്ങനെ നോക്കിയാൽ കാണില്ല, അല്ലേ ഇങ്ങനെയാ. അതായത് ഇങ്ങനെയൊക്കെ ആംഗിള്. അതായത് സാനി അത് പ്രകടമാക്കിയിട്ടുണ്ട്. അതായത് മുഖത്ത് എനിക്ക് ഇഷ്ടമല്ല, അതായത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഫോൺ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതെന്തെന്നറിയോ, വെയറിങ് എ ടോപ്പ്. സി നമ്മള് അപ്പൊ അവര് ചോദിക്കും, ഓ എന്നാ കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പ് ഇട്ടൂടെ. എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്ത് ടോപ്പ് ഇടണം, എന്ത് കട്ടുള്ള ടോപ്പ് ഇടണം, അത് ഞാൻ മാനേജ് ചെയ്തൊക്കെ എന്റെ പേഴ്സണൽ ഇതാണ്. യു ഡോണ്ട് ഹാവ് റൈറ്റ്സ് ടു ടെൽ മീ, ഓ ഇങ്ങനെ ഇട്ടോണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ എടുക്കുമ്പോ പ്രശ്നം. അതെന്തോ ന്യായാണ്. ഇതുവരെ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും കാര്യമില്ല. സോ ദിസ് ഇവന്റ് ഞാനും എന്റെ കൂടെ ആരെന്ന് കുറച്ചായി. പക്ഷെ റീസെന്റ് ഞാനും അപർണ, ജീവ, അപ്പു ഞങ്ങളൊരു ഇവന്റിന് പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഇങ്ങനെ കാണാം, നടക്കുമ്പോ ഇവരുടെ കൈ മൊത്തം ഇങ്ങനെയാ, ആംഗിൾ ഇങ്ങനെ എടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഡ്രസ്സ് പിന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കണം. അപ്പൊ ഈ വ്യൂസിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ളൊരു പോയിന്റ് എത്തി. ഇപ്പൊ നമ്മളിപ്പോ ഒരു കടയുടെ ഇനോഗ്രേഷന് വരാന്ന് പറഞ്ഞൊരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അറിയാം നമ്മൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാരെക്കാട്ടും കൂടുതൽ അവിടെ വരാറ് മീഡിയയാണ്, പിന്നെ നമ്മളുടെ അവിടുത്തെ. ആൻഡ് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരാളുടെ കൂടെ ചിലപ്പോൾ ഞാൻ കുറെ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കറക്റ്റ് ആയിട്ട് എവിടെ നെഗറ്റീവ് ഫേസ് കാണിച്ചു, എവിടെ ഫേസ് ആൾക്കാർക്ക് ഇത് ചെയ്തില്ല, ആ ഭാഗം മാത്രമേ എടുത്തിടുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് അല്ലേ. നമ്മളെ നമ്മളെ കണ്ടന്റ് എടുത്ത് നമുക്ക് വേണ്ടിയിട്ട് നെഗറ്റീവ് ഇത് ഇറക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമല്ല. പക്ഷെ അതാണ് ഇപ്പൊ ഇവരുടെ മെയിൻ പരിപാടി. അതായത് അതിന്റെ കൂടെ ചേർത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, അതായത് സാനിക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഇത്
അതിന് ആളുകൾ ക്രിട്ടിസൈസ് പറയുക വേറെ കാര്യം. പക്ഷെ ഈ ഫോട്ടോസ് പല തരത്തിലേക്ക് ദുരുപയോഗം ചെയ്യപ്പെടുക എന്നുള്ള, അതായത് മോർഫ് ചെയ്ത് വരാറുണ്ട്. അല്ലെങ്കിൽ ക്യാപ്ഷൻസ് ഭയങ്കര മോശമായിട്ട്, അത് ഇതിലെല്ലാം സാനിയ ടാഗ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ മേ ബി കാണാം, ടാഗ് ചെയ്യുന്ന മെൻഷൻ ചെയ്യുന്ന ഒരു പോസ്റ്റിലോ വീഡിയോയിലോ ഇത് കാണാം. ഈ സാധനം, അതായത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് എങ്ങനെയായിരിക്കുന്നത് നോക്കുക, ഇതല്ല, നമ്മൾ ആ മൊമെന്റ് എൻജോയ് ചെയ്യായിരിക്കും. പക്ഷെ ഇത് ക്യാപ്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്തിട്ട് അതിന് വരുന്ന ക്യാപ്ഷൻസ്, അതിലുണ്ടാവുന്ന ഡിസ്കഷൻസ്, ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എങ്ങനെയാണ്? ഇപ്പൊക്കെ AI ഇതൊക്കെ വെച്ചിട്ട് കൊറേ പിക്ചേഴ്സ്, കൊറേ ഇപ്പം പിന്നെ ചിലപ്പോ കാണാം, നമ്മൾ എന്തെങ്കിലും വർക്ക്ഔട്ടിന്റെ വീഡിയോ ഒക്കെ ഇടുമ്പോഴാവട്ടെ, നമ്മൾ എന്തെങ്കിലും നടക്കുന്ന വീഡിയോ, അത് ആ കറക്റ്റ് നമ്മുടെ ബ്രസ്റ്റിന്റെ ഇത് ഫോക്കസ് ചെയ്തിട്ട് ആ ഭാഗം മാത്രം സ്ലോ മോഷൻ ആക്കും. അപ്പൊ അതിങ്ങനെ മനസ്സിലായോ, അങ്ങനത്തെ കുറെ ഡിസ്കസ്റ്റിംഗ്. എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഞാനൊരു സ്റ്റോറി ഇട്ട വീഡിയോ 10-15 മിനിറ്റ് എന്തോ ആയുള്ളായിരുന്നു. ഒരു 20-25 മിനിറ്റ്സിൽ അതിന്റെ ടാഗിങ്ങിൽ അത് ഭയങ്കര സ്ലോ ആക്കി. അതും ജസ്റ്റ് ഒരു കട്ട് പോലെ പോയൊരു വീഡിയോ ആണ്, മനസ്സിലായി. അപ്പൊ അത്രയും ഡെസ്പറേറ്റ് ആയിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് സോഷ്യൽ മീഡിയയില്. ആൻഡ് ഒന്നും ഇപ്പൊ ചെയ്യാനില്ല, ടു ബി ഓണസ്റ്റ്. കുറെ പേജസ് കാണാം, കുറെ ആക്ടേഴ്സിന്റെ തല മാത്രം അവരുടെ ഫേസ് ആയിരിക്കും, താഴത്തേക്ക് ബിക്കിനി ബോഡി വെച്ച് എഡിറ്റ് ചെയ്ത് കുറെ ആക്ടേഴ്സിന്റെ. പിന്നെ ഇപ്പൊ നമ്മൾ നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ഇട്ടാൽ തന്നെ, ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുമ്പോ, പക്ഷെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒക്കേഷൻ അനുസരിച്ച് ഒബ്വിയസ്ലി നമുക്കിപ്പോ സാരി എടുത്തിട്ട് ബീച്ചിൽ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. ആൻഡ് ഐ ലവ് വെയറിംഗ് ബിക്കിനി. ഐ ബിലീവ് എനിക്ക് ആ ഇടാൻ കുഴപ്പമില്ലാത്തൊരു ബോഡി ഉണ്ട്. ഇനിയിപ്പൊ അങ്ങനെ ബോഡി ഇല്ലെങ്കിൽ തന്നെ എന്റെ കോൺഫിഡന്റ് ആണ്, ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ത് ഇടണം എന്നല്ലേ. അതിൽ എനിക്ക് എന്തായാലും സാരി എടുത്തിട്ട് ബീച്ചിൽ പോകണ്ട. അപ്പൊ ഐ വെയർ ദാറ്റ്. അപ്പൊ അത് ഞാൻ ഫോട്ടോസ് ഇടുന്നു, ഇത് ചെയ്യുന്നു. ബട്ട് അത് ഇടാത്ത ആക്ട്രസുകളുടെ തന്നെ ആ പേജിലൊക്കെ തന്നെ ഞാൻ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് മോർഫ് ചെയ്ത് അവരുടെ ഫേസ് വെച്ചിട്ട് ഒരു കണ്ടാൽ മനസ്സിലാവും അപ്പൊ തന്നെ. പക്ഷെ അത് എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് ഞാനൊരു മാൽഡീവ്സിലെ പിക്ചർ ഇട്ടപ്പോഴത്തേക്കും, ഇത് കുറേ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കൊച്ചിനെ നമ്മൾ അറിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവന് 14-15 വയസ്സ്, 16-17, 10th 11th എന്തോ പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൻ കമന്റ് ചെയ്തിരുന്നത്, ഇത്ര കഴപ്പാണെങ്കിൽ ഇവളെ ഡൽഹി ബസ്സിൽ നമുക്ക് കയറ്റി വിടാം. ആ 16-year-old kid thinking like that. മനസ്സിലായോ? അങ്ങനൊരു ജനറേഷനിലാണ് വളർന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ ടു റിയാക്ട് ടു ഇറ്റ്. ഇത് എവിടെ പോയി അവസാനിക്കുന്നൊന്നും നമുക്ക് ഫിഗർ ഔട്ട് ചെയ്തിട്ട്, ബിക്കോസ് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ. പല രീതിയിലും മിസ്യൂസ് ചെയ്യുന്നു, ഫോൺസും കാര്യങ്ങളൊക്കെ ആവട്ടെ. പല രീതിയിൽ കുട്ടികൾ പറയില്ല, നേരത്തെ കുഞ്ഞിലെ തൊട്ട് ഫോൺസ് അധികം കൊടുക്കണ്ട, ഇത് ചെയ്യണ്ട. പക്ഷെ ഐ തിങ്ക് കൂടുതൽ സ്ട്രിക്റ്റ് ആയാലും ദേ ആർ ഫൈൻഡിങ് റീസൺസ്, അല്ലെങ്കിൽ ദേ ആർ ഫൈൻഡിങ് ഒരു സൊല്യൂഷൻ. I have seen people, I have friends where like family is like very strict. പക്ഷെ അവരെങ്ങനെയെങ്കിലൊക്കെ അതിനെക്കാട്ടും റിസ്ക് ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു ചെയ്യുമ്പോഴുള്ള റിസ്ക് ഇത് കുറവാണ്. പക്ഷെ വീട്ടുകാരെ അറിയാതെ ചെയ്തെടുക്കുന്ന റിസ്ക്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും ചെയ്തെടുക്കുക. ബട്ട് ഐ ഓൾവേസ് വണ്ടർ, ഇനിയുള്ള ജനറേഷൻ, ഇനിയിപ്പൊ എന്റെയൊക്കെ കഴിഞ്ഞിട്ട്, ഞാനിപ്പോ 22 ആയി. അപ്പൊ ഇനി വരുന്ന ഇപ്പോഴത്തെ ഈ 16-17-year-old കിഡ്സ് ഇല്ലേ, അവരൊക്കെ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ സ്കേറി ഹോണസ്റ്റ്ലി, അല്ലേ? ഫാഷനെ പറ്റി പറയുമ്പോൾ അനാർക്കലി വരയ്ക്കാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്ന പ്രൊഫൈലാണ് സാനിയുടേത് എന്നുള്ളത്. അതായത് ഫ്രറ്റേണിറ്റിയിൽ തന്നെയുള്ള ആളുകളിൽ സാനിയുടെ ഫാഷൻ അറിയാൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഇതിൽ അവെയർ ആണോ? എൻ്റെ ഫ്രറ്റേണിറ്റിയിൽ തന്നെയുള്ള ആളുകൾക്ക് എൻ്റെ ഫാഷൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പ്രൗഡ്ലി അല്ല, ഇത് വെച്ച് ഇനിയിപ്പോ വലിയ അഹങ്കാരമായിട്ട് ആൾക്കാർ പറയും. എനിക്കറിയാം ഞാനാണ് സിനിമ ചെയ്തു തുടങ്ങിയ ഒരു ഫാഷൻ രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ട് തുടങ്ങിയത് ഞാനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുശേഷമാണ് എവറിബഡി സ്റ്റാർട്ടഡ് ഓക്കെ ക്ലീവേജ്, ഒരു വീനക്ക് ടോപ്പ് ഇടാനോ അല്ലെങ്കിൽ
അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചത് ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ ടീമിനും അറിയാം. എൻ്റെ സ്റ്റൈലിങ് ചെയ്യുന്ന കുട്ടികൾ വരെ എപ്പോഴും പറയാറുണ്ട്. സോ അതിനൊരു സ്റ്റാർട്ടപ്പ് ആയി. അതിന് എല്ലാ ട്രോൾസും കാര്യങ്ങളും എനിക്ക് തന്നെയായിരുന്നു ആദ്യം. പിന്നീട് എല്ലാവർക്കും അത് ഇത് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ ഒരു പോയിന്റിൽ അത്രയും ട്രോൾസും കാര്യങ്ങളൊന്നും വരുന്നില്ല. സാനിയുടെ ഫാഷൻ, ആളുകളോട് എന്താണ് ഫാഷൻ എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയും കംഫർട്ട് ആണ് ഫാഷൻ. എനിക്കും കംഫർട്ട് ആൻഡ് യൂണിക്, യു നോ. ഐ ലവ് ടു സ്റ്റാൻഡ് ഔട്ട്. അറ്റൻഷൻ ഈ ഇൻഡസ്ട്രിയിലുള്ളൊരു കാര്യമാണ് അല്ലെ. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് അറ്റൻഷൻ ആൾക്കാരെ കിട്ടുക, സോ മച്ച് ലവ്, സോ മച്ച് അറ്റൻഷൻ എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് ഒരു ഇവന്റിന് പോകുമ്പോൾ, ഒരു അവാർഡ് ഫംഗ്ഷന് പോകുമ്പോൾ ഐ ടെൽ മൈ ടീം, യു നോ വാട്ട്, ഐ ഷുഡ് സ്റ്റാൻഡ് ഔട്ട്. ആൻഡ് ഈവൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വെഡ്ഡിങ് ആവട്ടെ, ഫങ്ഷൻസ് ആവട്ടെ, ഐ ഡ്രസ് അപ്പ്, ഐ ഡു മേക്കപ്പ്, ഞാൻ ഫുൾ ജ്വല്ലറി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടേ ഞാൻ പോകുള്ളൂ. സോ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനും അറിയാം ഞാൻ എങ്ങനെയാണെന്ന്. സോ ദാറ്റ് ഈസ് മീ. ഐ നീഡ് ടു സ്റ്റാൻഡ് ഔട്ട്. ഇപ്പം ഞാൻ ഡ്രസ്സപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ ആദ്യ ടൈം ഞാൻ ഹോംലെസ് ആയിട്ട് മേക്കപ്പ് ഒന്നുമില്ല, ഫുഡൊക്കെ തലേ കെട്ടി വെച്ച് അങ്ങനെ. പക്ഷെ ആ ഒരു മൂഡ് ഉണ്ടല്ലോ, ഓക്കെ ഇന്ന് ഡ്രസ്സപ്പ് ചെയ്യണം, അങ്ങനെ ചെയ്താൽ ഗോ എക്സ്ട്രീം. അതാണ്. 2024 സിനിമ കാഴ്ച എന്താണ് സാനിക്ക്? ഏതൊക്കെ സിനിമ കണ്ടു മലയാളത്തിൽ? ഏതിലൊക്കെ എക്സൈറ്റഡ് ആയി? ആവേശം നല്ല മലയാളത്തിൽ നിന്നുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. ആവേശം നല്ല സിനിമയായിട്ട് ആ ഒരു എന്റർടൈൻമെന്റ്, പിന്നെ ഫാഫയുടെ ആ ഒരു ഗെറ്റപ്പും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് എനിക്ക് ഇതായിരുന്നു. ഓണസ്റ്റ്ലി അങ്ങനെ ഇരുന്ന് സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് കുറവ്. ഞാൻ പുഷ്പയൊന്നും പോലും പോയി അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, ടോട്ടലി ദിസ് ഇയർ ഹാസ് ബീൻ ഹോൾ ഡിഫറെന്റ് ഫേസ് ഫോർ മീ. എനിക്ക് കുറേ നേരം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാനുള്ള പേഷ്യൻസ് ഇല്ല. കുറേ നേരം തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു ഇതില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം സിനിമകളാണെങ്കിലും ഞാൻ കുറെ ഡോക്യുമെന്ററീസ് നെറ്റ്ഫ്ലിക്സിലിരുന്ന് ഈ തവണ ഇരുന്ന് കണ്ടു. അതും കുറെ ഇങ്ങനെ സീരിയൽ കില്ലർ അങ്ങനത്തെ കുറെ ഡോക്യുമെന്ററീസ് ആട്ടോ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ യെസ്. ഈ തവണ പിന്നെ ഞാൻ ഒരു മാസത്തോളം എൻ്റെ ചേച്ചി ഓസ്ട്രേലിയയിലാണ്. ചേച്ചിയുടെ അടുത്ത് പോയി നിന്നു. ഈ ചേച്ചിയായിട്ടുള്ള ഇത് പറയുമ്പോൾ എപ്പോഴും ആളുകൾ മിസ് ഔട്ട് ചെയ്യുന്നത്, എനിക്ക് ഈ സ്ത്രീകളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുള്ളതാണ് അവിടെ ഈ വിമൻ ടു വിമൻ ബോണ്ടിങ്. എങ്ങനെയാണ് ചേച്ചിയുമായിട്ടുള്ള ഒരു ചേച്ചി ഞാൻ ഫോണിൽ സേവ് ചെയ്തേക്കുന്ന ചേച്ചി അമ്മ എന്ന ഒരു ചേച്ചി സൈക്കോളജിസ്റ്റ് ഇതാണ് പഠിച്ച ചേച്ചി. ഇപ്പൊ അവിടെ വർക്കിംഗ് ഇതായിട്ട് പോയേക്കാണ്, പഠിക്കാനും കൂടെ പോയേക്കാണ്. എന്താ പഠിക്കണെന്ന് ചോദിക്കരുത്. ചേച്ചി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണെങ്കിൽ എന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് എന്റെ ചേച്ചി. എന്റെ ചേച്ചിയുടെ സാധിക എന്നാണ് പേര്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറയും സാധിക പേര് പോലെ തന്നെ സാധുവാണ് എന്റെ ചേച്ചി എന്നുള്ളത്. പക്ഷെ ഭയങ്കര എന്ത് കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ട്. അതൊരിക്കലും ദേഷ്യപ്പെട്ടോ അങ്ങനെ ഒന്നുമല്ല. എത്രത്തോളം നമ്മള് മെന്റലി പീസാക്കി കാമാക്കി പറഞ്ഞ് മനസ്സിലാക്കാം, അതിനുള്ള വലിയൊരു എക്സാമ്പിൾ ആണ് എൻ്റെ ചേച്ചി. അപ്പോൾ ചേച്ചി പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ഒരു പോയിന്റ് വരെ പെൺകുട്ടികൾ കുഞ്ഞിലെ ഭയങ്കര അടിയായിരിക്കും ചേച്ചിമാരായിട്ട്. ഒരു രീതിയിലും നമ്മൾ ചേർന്ന് പോകില്ല. എനിക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നേ. ഡ്രസ്സ് പോലും ചേച്ചിയിലെല്ലാം ഞാൻ എടുക്കും, പക്ഷെ എൻ്റെ ചേച്ചി എടുക്കാൻ പാടില്ല. ഞാൻ അങ്ങനത്തെ കുട്ടിയായിരുന്നു. ചേച്ചിയുടെ എന്തും ഞാൻ എടുത്തിടാം. ഞാൻ എടുത്തിട്ടെങ്കിൽ ഞാൻ ലിറ്ററലി കസിൻസിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് തന്നെ ചേച്ചിനെ കരയിപ്പിച്ചിട്ടുണ്ട്. അത്ര സാധനമാണ് ഞാൻ ചേച്ചിയുടെ അടുത്ത്. പാവം ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഈ ഡാൻസിനൊക്കെ പോണോണ്ട് ഭയങ്കര ശക്തിയൊക്കെ ഉണ്ടാവും. ചേച്ചി അങ്ങനെ എടുത്തിട്ടിടിക്കും ഞാൻ. പാവം എന്റെ ഇടി കൊള്ളണു. ലാസ്റ്റ് അച്ഛനും അമ്മയും വരുമ്പോഴും ചേച്ചിക്ക് തന്നെ ആയിരിക്കും അടി കിട്ടുക. പക്ഷെ ഒരു 17 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ്, 17-16 ഒക്കെ ആയപ്പോഴാണ് ചേച്ചിയും കോളേജിൽ പോകാൻ തുടങ്ങി, ഞാൻ ഇങ്ങനെ വർക്കിന് വന്നു തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ടൈം കുറഞ്ഞു തുടങ്ങി. അപ്പൊ പിന്നെ കാണുമ്പോഴുള്ള ഭയങ്കര ചേച്ചി വലുതാവാൻ തുടങ്ങി, ഞാനും മെച്ചോർഡ് ആവാൻ തുടങ്ങി. പിന്നെ ആ ഭയങ്കര ബോണ്ട് ഇതായി വന്നപ്പോഴത്തേക്കും ചേച്ചി ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഞാൻ എയർപോർട്ടിൽ കിടന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ എത്തി ആ ഒരു മാസം സത്യം പറഞ്ഞാൽ എൻ്റെ ഫോൺ ടൈമിങ് ഉണ്ടല്ലോ, യൂഷ്വലി 7 hours 8 hours ഒക്കെ ഞാൻ ഫോണിൽ വെറുതെ ഇരിക്കും.
ഒരു മാസത്തെ എൻ്റെ ഫോൺ ടൈമിങ്സ് നോക്കിക്കഴിഞ്ഞാൽ 2 hours 1 hour അത്രയും പുള്ളിക്കാരത്തിന് കണ്ടന്റ് ആ സന്തോഷം. എനിക്കിപ്പോ മാർച്ചിൽ വരും, ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. യെസ്, ചേച്ചി എന്ന് പറഞ്ഞാല് ലൈക്ക് ഐ ഡോണ്ട് കോൾ ചേച്ചി അമ്മ, സാധു എന്നാ വിളിക്കുക, ചേച്ചിന്നും അല്ല സാധു എന്നാ വിളിക്കുക, പക്ഷെ ഒരു അമ്മയെ പോലെ തന്നെയാണ്. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാനിയക്കൊരു ഹേറ്റ് ഉണ്ട് എപ്പോഴും ആളുകൾക്ക് തുടർച്ചയായിട്ട്. മേ ബി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിമനോട് സൊസൈറ്റിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഇഷ്ടമില്ലായ്മയുണ്ടല്ലോ. ഇവള് പറയുന്നു, കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു, എടുക്കുന്നു, ഞങ്ങൾ പറയുന്നൊന്നും അങ്ങനെ തളർത്തുന്നില്ല. പുറമേ കാണുമ്പോൾ നമുക്കുള്ളിൽ വേദന ഉണ്ടാവും, പക്ഷെ പുറമേ കാണിക്കാത്തപ്പോൾ ആളുകൾ അത് വീണ്ടും ഒന്നും കൂടെ ചെയ്യാൻ പ്രകോപിതരാക്കുകയാണ്. പക്ഷെ ഈ ഫേസിലെല്ലാം ഫാമിലി ഉണ്ടായിരുന്നു കൂടെ. നമുക്ക് കെയർ ചെല്ലാൻ പറ്റുന്ന, നമ്മളെ ജഡ്ജ് ചെയ്യാത്തൊരിടം എന്ന പോലെ ഫാമിലി ഉണ്ടായിരിക്കും. എല്ലാ ജേർണിക്കും അപ്പുറം ഇപ്പൊ നിൽക്കുമ്പോൾ ഫാമിലി ഒരു വലിയ ബലമായിട്ട് കരുതുന്നുണ്ട്. അതൊരു സ്ട്രെങ്ത് എന്നുള്ളത് മാത്രമാണ്, പക്ഷെ ജേർണിയിൽ എന്നും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അതെ, ചില സമയത്ത് അവർക്കും എന്തുകൊണ്ടത് ചെയ്തു എന്നുള്ളതിൽ എതിർപ്പുണ്ടാവാതിരിക്കാം, പക്ഷെ ദേ ബീൻ ഓൾവേസ് ബീൻ ദെയർ. അത് ഒരു വലിയൊരു ഫാക്ടറാണ്. അതുകൊണ്ട് ഐ എം ഏബിൾ ടു ഡു തിങ്സ്. പക്ഷെ ഓണസ്റ്റ്ലി എൻ്റെ എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ എൻ്റെ എല്ലാം ഞാൻ ഫേസ് ചെയ്തിരുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ്. അതെ അതെ അതെ. അതിന് എന്തെങ്കിലും ഇപ്പൊ ഡൗൺഫോൾ ഉണ്ടെങ്കിലും പറയാൻ എല്ലാവർക്കും ഭയങ്കര ഈസിയാണ് അല്ലേ, പറ്റും, അത് ചെയ്യും. പക്ഷെ നമ്മളെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു തരാൻ വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. അതിലും ഫാമിലി അങ്ങനെ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ഭയങ്കര ഒരു കാരണമുണ്ട്. അല്ലാതെ ബാക്കിയെല്ലാം തനിയെ. അതിപ്പോ ആൾക്കാരെ എങ്ങനെ എടുക്കൂന്നും അറിയില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പോയി ആ ഒരു ജേർണി അങ്ങനെ ചെയ്താലേ നമുക്കും നല്ലത് വരുള്ളൂ, അത് നമ്മളെ മനസ്സിലാക്കുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അത് അതെ, ആ ഒരു ഇത് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബട്ട് അതിലൊരു വിഷമമൊന്നുമില്ല കേട്ടോ. എന്തും നല്ലതിന് തന്നെ ആയിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വർഷം കഴിഞ്ഞു, ഈ വർഷത്തെ വിഷമെല്ലാം അതെ അതെ, ഈ വർഷത്തെ വിഷമെല്ലാം പുതിയ വർഷമാണ്, പുതിയ പ്രതീക്ഷയാണ്. മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം, ഫിനാൻഷ്യലി കുറെ പൈസ വരണം. അതെ, ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ നല്ല എന്താണ് സന്തോഷം, സമാധാനം, വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പുതിയ പ്രോജക്റ്റ് യെസ്, ഐസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ചെയ്തു. ദേവ് മോഹന്റെ കൂടെയാണ്, പേരായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏത് പ്ലാറ്റ്ഫോം? സോണിയില്. നല്ലൊരു ക്യാരക്ടറാണ് ഇതുവരെ ചെയ്തതിൽ നിന്ന്. കുറച്ചൊരു ഇറുകപ്പെട്ട പോലെയല്ല, എന്നാലും ഒരു അത്യാവശ്യം ഇന്ത്യൻസ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് മനോഹരൻ ഉയരെയൊക്കെ ചെയ്ത ചേട്ടൻ എനിക്ക് നല്ലൊരു റോള് തന്നു. യെസ്, അതാണ് ഇതുവരെ ചെയ്ത്. എമ്പുരാനും ചെറിയൊരു 2 സീൻ, കറക്റ്റ് പറഞ്ഞ 2 സീൻ ഉണ്ടാവും. എമ്പുരാനും ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓണസ്റ്റ്ലി നമ്മള് VKP സാറിന്റെ മോളില് കാവ്യയുടെ ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ട്. അത് പ്രൊജക്ട് എപ്പോഴെങ്കിലും നമ്മൾ ഡേറ്റ്സ് ഒന്ന് ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ലാതെ വേറെ ഒന്നും നല്ലത് കേട്ടിട്ടുമില്ല, ഒന്നും യെസ് പറഞ്ഞിട്ടുമില്ല. 2025 ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ പറയാൻ ഒത്തിരി നല്ല ഹാപ്പി ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവട്ടെ. ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞപ്പോ ഒത്തിരി സങ്കടമുള്ള കാര്യങ്ങളാണ്. സങ്കടമുള്ള കാര്യങ്ങളല്ല, ഐ തിങ്ക് അതും ഈ സങ്കടങ്ങളുടെ ഗ്രോത്ത് തന്നെയാണ് നാളത്തേക്കുള്ള നല്ലതെന്ന് വിശ്വസിക്കുന്നത്. എനിക്ക് സംസാരിച്ച ഒന്നും സങ്കടമായിട്ടല്ല കേട്ടോ, ഇറ്റ്സ് ഓൾ എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാവ് ബീൻ ത്രൂ. ഇതിനെക്കാട്ടും വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് മുമ്പത്തെ വർഷങ്ങൾ ജേർണിയിൽ ഉണ്ടായിരുന്നപ്പോ. സോ എവറി ഇയർ, പക്ഷെ അതിന് ഈ വർഷം ഇപ്പൊ ഞാൻ ദൈവം സഹിച്ചൊരു കാർ എടുത്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ട്രാവൽ ചെയ്തു, ഇത്രയും അതൊന്നും നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അതൊക്കെ ചെയ്യാൻ പറ്റി, പക്ഷെ എന്നാലും ഒരു മെന്റൽ പീസ് കുറവ് ഉണ്ടെന്നുള്ളൊരു കാര്യമായിരുന്നു എനിക്കിത്. സോ അത് ഉറപ്പായിട്ടും നെക്സ്റ്റ് ഇയർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആശംസയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.